എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങളുടെ ഭർത്താവിനോട് ദേഷ്യം വന്നാൽ ഒരിക്കലും നിങ്ങൾ ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യരുത്. ഇതേക്കുറിച്ചാണ് ഈ വീഡിയോ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ദമ്പതികൾക്കിടയിൽ ഉണ്ടാകുന്ന വഴക്ക് പല ദേഷ്യത്തിലേക്കും പൊട്ടിത്തെറിയിലേക്കും നയിക്കാറുണ്ട്. ചിലപ്പോൾ ദേഷ്യപ്പെട്ട് കഴിയുമ്പോൾ മനസ്സിലെ വിഷമം കുറയുകയും ചെയ്യുന്നു. എന്നാൽ ഇത്തരത്തിൽ ദേഷ്യപ്പെടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ദാമ്പത്യം എന്നത് എല്ലായ്പ്പോഴും നല്ല സന്തോഷം നിറഞ്ഞതായിരിക്കില്ല. അതിനിടയിൽ പല പിണക്കങ്ങളും ദേഷ്യവും സങ്കടവും സന്തോഷവും എല്ലാം കാണും. ഇത്തരത്തിൽ ദേഷ്യവും പരിഭവവും തോന്നുമ്പോൾ അത് പലരും പല രീതിയിലാണ് പ്രകടിപ്പിക്കുക. ഇത്തരത്തിലുള്ള ദേഷ്യപ്രകടനങ്ങൾ, പ്രത്യേകിച്ച് ഭാര്യമാർ ഭർത്താക്കന്മാരോട് ദേഷ്യപ്പെടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യമാണ് എറിഞ്ഞു പൊട്ടിക്കുന്നത്. സ്വന്തമായി പൈസ കൊടുത്ത് വാങ്ങിയത് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ, വില കൂടിയ സാധനങ്ങൾ എന്നിവ പരമാവധി എറിഞ്ഞു പൊട്ടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഇതിൽ നഷ്ടം നിങ്ങൾക്ക് മാത്രമാണ്. നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിയ സാധനങ്ങൾ പൊട്ടിച്ചാൽ നിങ്ങൾക്ക് അത്രക്കും പൈസ നഷ്ടം. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ട സാധനങ്ങൾ നശിപ്പിച്ചാൽ പിന്നീട് അതേ സാധനം ലഭിക്കണമെന്നുമില്ല. ദേഷ്യം മാറിക്കഴിയുമ്പോൾ അതിൽ കുറ്റബോധം തോന്നാനും സാധ്യതയുണ്ട്. അതിനാൽ ദേഷ്യം വരുമ്പോൾ ഇത്തരം സാധനങ്ങളിൽ നിന്നും ഒരു കയ്യകലം പാലിക്കുക. എറിഞ്ഞു പൊട്ടിച്ചാൽ മനസ്സിന് കുറച്ച് സമാധാനം കിട്ടുമെങ്കിൽ വില കുറഞ്ഞതോ അല്ലെങ്കിൽ ഉപയോഗശൂന്യമായ എന്തെങ്കിലും വസ്തുക്കൾ പൊട്ടിക്കാൻ ശ്രമിക്കുക. അതുപോലെ കുട്ടികളുടെ മുൻപിൽ വെച്ച് മാതാപിതാക്കൾ ചെയ്യരുതാത്തൊരു കാര്യമുണ്ട്. പലർക്കും ദേഷ്യം വരുമ്പോൾ ഫോൺ എടുത്തെറിയുന്ന ശീലം കണ്ടുവരുന്നുണ്ട്. പെട്ടെന്നുള്ള ദേഷ്യത്തിൽ പലരും ചെയ്യുന്ന കാര്യങ്ങളാണിത്. എന്നാൽ ഫോണൊന്നു പോയാൽ മറ്റൊന്ന് ലഭിക്കാൻ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. അതുപോലെ ഫോണിന്റെ ഡിസ്പ്ലേ പൊട്ടാനും ചിലപ്പോൾ സ്ക്രീൻ എന്തെങ്കിലും പ്രശ്നം പറ്റാനും സാധ്യതയുണ്ട്. ഇത്തരത്തിൽ പ്രശ്നം സംഭവിച്ചാൽ പുതിയ ഫോൺ കിട്ടുന്നത് വരെ ഭർത്താവിന്റെ ഫോണിനെ ആശ്രയിക്കേണ്ടി വരും. അത് ചിലപ്പോൾ നിങ്ങളുടെ സൗകര്യത്തിന് ലഭിച്ചെന്നും വരില്ല. കൂടാതെ ഭർത്താവ് ഈ അവസരം മുതലാക്കി നിങ്ങളെ കുറ്റപ്പെടുത്താനും ശ്രമിക്കും. ഇത് മറ്റൊരു വഴക്കിലെത്തും. അതിനാൽ എത്ര ദേഷ്യം വന്നാലും മൊബൈൽ ഫോൺ പൊട്ടിക്കാതിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങളുടെ വാക്കുകൾ. ദേഷ്യം വരുമ്പോൾ പലരും നിയന്ത്രണം വിട്ട് പലതും പറയും. എന്നാൽ പറയുമ്പോൾ അത് മറ്റേയാളെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ളതോ അല്ലെങ്കിൽ അവഹേളിക്കുന്ന രീതിയിലുള്ളതോ ആയ കാര്യങ്ങൾ പറയാതിരിക്കുക. അതുപോലെ അവരുടെ കഴിവുകേടുകളെ, കുറവുകളെ പരിഹസിക്കുന്നതെല്ലാം മനസ്സിൽ കുറേ കാലം തങ്ങി നിൽക്കാൻ കാരണമാകും. അതിനാൽ ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇത്തരത്തിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ആവർത്തിച്ചാൽ പങ്കാളിയോട് നിങ്ങൾക്ക് ഒരു വിലയും സ്നേഹവും ഇല്ല എന്ന തോന്നൽ മനസ്സിൽ വരാം. ഇത് നിങ്ങളുടെ ദാമ്പത്യത്തെ പോലും കാര്യമായി ബാധിച്ചെന്ന് വരാം. അടുത്തതായി, ഉപദ്രവിക്കുന്നത്. ചിലർ ദേഷ്യം വന്നു കഴിയുമ്പോൾ ഉപദ്രവിക്കുന്നത് കാണാം. കിട്ടിയ സാധനം കൊണ്ട് അടിക്കുന്നതും മുഖത്ത് മാന്തുന്നതും ചിലപ്പോൾ കൈകൊണ്ട് തന്നെ അടിക്കുന്നതും കാണാം. ഉപദ്രവിക്കുന്നത് ആണായാലും പെണ്ണായാലും നല്ലതല്ല. അതൊരു തരത്തിൽ ഡൊമസ്റ്റിക് വയലൻസ് എന്നയാണ്. നമ്മുടെ പങ്കാളിയെ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ പരമാവധി ഒഴിവാക്കാം. നിങ്ങളെ പൂർണ്ണമായും മനസ്സിലാക്കുന്നതോ അല്ലെങ്കിൽ ദേഷ്യം മാറുന്നത് വരെ ശാന്തനായിരിക്കുന്നതോ ആയ ഭർത്താവാണെങ്കിൽ നിങ്ങളെ നല്ല രീതിയിൽ ഡീൽ ചെയ്യും. അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ ദേഷ്യം നിറയുന്നതിന് അവരിൽ ടെൻഷനും ഡിപ്രഷനും ഉണ്ടാകുന്നതിനും കാരണമാകും. ഇത് ബന്ധങ്ങളിലെ താല്പര്യം തന്നെ ഇല്ലാതാക്കും. അതുപോലെ അടുത്തതായി, മറുവശം കേൾക്കാതിരിക്കുന്നവർ. ഒരു വാക്കുതർക്കം ഉണ്ടാകുമ്പോൾ താൻ പറയുന്നത് മാത്രം ശരിയാണെന്ന് വാദിക്കാതിരിക്കുക. രണ്ടു വശവും കേട്ടതിന് ശേഷം മാത്രം അതിൽ നിന്ന് നിങ്ങളുടെ അഭിപ്രായം എടുത്ത് പറയാവുന്നതാണ്. നിങ്ങൾ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് വാശി പിടിച്ചിരുന്നാൽ അല്ലെങ്കിൽ മറുവശം ഒട്ടും കേൾക്കാതെ ദേഷ്യപ്പെട്ടു തുടങ്ങുന്നതും ഭർത്താവിൽ അസംതൃപ്തി ഉണ്ടാക്കും. അതിനാൽ രണ്ടു വശവും കേട്ടതിന് ശേഷം മാത്രം ഇഷ്ടക്കുറവുകൾ പരസ്പരം പറഞ്ഞ് സംസാരിച്ച് ഒരു പരിഹാരം കണ്ടെത്തുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.